ഒരു ഡേ പോലും കാണാണ്ടിരിക്കാൻ പറ്റണ്ടായോ എനിക്ക് അവളെ. എന്റെ പൊന്നു പൂക്കളെ, സമയത്തിനങ്ങ് വരുന്നേക്കണേ. ആഹാ, അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഓ, പതിവ് തെറ്റിക്കാതെ കാലമാടം വരുന്നുണ്ട്. ഓയ് സ്വീറ്റ് ഹാർട്ട്. ഏയ്, நான் உங்ககிட்ட எத்தனை தடவை சொல்லிட்டேன் என்ன அப்படி கூப்பிடாதுன்னு? തമിഴോ? അയ്യോ ചേടാ, അപ്പൊ ഇത്ര ദിവസം അവള് മലയാളം സംസാരിച്ചിട്ട് എനിക്ക് ഹാലൂസിനേഷൻ ആയതാണോ? ഓ, ഇതെന്താണ് ഇങ്ങാത്തെ? ഇതിപ്പോ എനിക്ക് വശമില്ലാത്തൊരു ഭാഷയായി പോയല്ലോ. വല്ല ഹിന്ദി ആയിരുന്നു നോക്കായിരുന്നു. ഓ, അങ്ങനെയാണോ? എന്നാ ശരി, കൊടുക്കാം. ഏയ്, ഉനക്ക് என்ன വേണം? முதல்ல അത് சொல்லு. എണ്ണ മുതലേ വേണോന്നു? എനിക്ക് എണ്ണ മുതല ഇതിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് അത് എനിക്ക് ഈ ഫ്ലവർ വേണം. എനിക്ക് ഒരു ബൊക്കറ്റ് തായേ. என்னடா சொல்ற? Your smile is really beautiful. ഉനക്ക് ഫ്ലവർ தான் വേണം. ഇതോ എടുത്തിട്ട് പോ. താങ്ക് യു സ്വീറ്റ് ഹാർട്ട്. ഇനി കഷ്ടപ്പെട്ട് തമിഴ് പഠിച്ചിട്ടാലും ശരി, തന്നെ ഞാൻ വിളക്കും. ഇതുപോലെ ചെറുക്ക് ചെറുക്കൻ. സ്വീറ്റ് ഹാർട്ട്, ഞാൻ നിനക്കൊണ്ട് പാട്ട് പാടാൻ പോകും, ശ്രദ്ധിച്ചു കേട്ടോ. കൺകളിരണ്ട എൻ കൺകളിരണ്ട ഉന്നി കത്തി എഴുത്താലി വെത്താലി. டேய், உன் பாட்டு இரு மலர் மாதிரி இருக்கு. பைத்தியம் பிடிச்சவன். ஏய் ஸ்வீட் ஹார்ட். காலைதோறும் பாதை மாறாது, உன் கடைக்கே என் பாதங்கள். மலர் வாசம் கலந்த உன் வாங்கல, நான் வழியும் இதய தாளங்கள். மல்லிகையை வாங்கி போவேன், மீண்டும் வந்து ரோஜா கேட்பேன். பணம் கொடுக்க கை நீட்டினா பிடிக்காம முன் நெஞ்சு தப்பேரே. என்னாடி நீ சொல்லவே மாட்டேனே லவ் பண்ணறேன் என்று கண் சிமிட்டி திரும்பி போற உள்ள கதை எனக்கு தான் தோன்றுது. நான் கேட்கிறேன் தினமும் ஒரு கேள்வி, எப்ப சொல்றேன் என்கிட்ட ஐயோ என்று. ഏയ്, നീ இப்படி എല്ലാം பண்ற? ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫ്ലഡിങ്ങോ ടൈം പാസോ അങ്ങനെയൊന്നല്ല. ഐ റിയലി ലവ് യു. എക്സ്ക്യൂസ് മീ, ഇന്നലെ വരെ ഇവിടെ നിന്ന് കുട്ടിയുടെ ആര്? ദീക്ഷയോ? ആ കുട്ടി ജോലി വേണ്ടെന്ന് പറഞ്ഞു പോയല്ലോ. അവള് പോയോ? എങ്ങോട്ടാ പോയെന്നറിയോ? അതൊന്നും പറഞ്ഞില്ല. ആ കുട്ടിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാനായിരിക്കും അവളുടെ പ്രശ്നം. നീ എത്ര ദിവസമായി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ തുടങ്ങിയിട്ട്? എടവൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും. ഏയ്, അതൊന്നുമല്ല ചായ. ഞാൻ കാണുമ്പോഴെല്ലാം അവൾ ഹാപ്പി ആയിരുന്നു. എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിരുന്നൊരു കാര്യമില്ല. നീ ഒന്ന് ഉഷാറാവ്. നമ്മുടെ കമ്പനി കാര്യങ്ങളൊക്കെ ആകെ അവതളത്തിലായിരിക്കുക. ആ നിൽക്കുന്ന ദീക്ഷയല്ലേ? വാട്ട്? Thank you so much. പറയാതെ അങ്ങ് മുങ്ങാൻ നോക്കിയാ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ഞാൻ മുങ്ങാൻ നോക്കിയതൊന്നുമല്ല. പിന്നെ ഒരു വാക്കുപോലും പറയാതെ സ്ഥലപ്പെടുന്നവരെ മുങ്ങാന്ന് തന്നെയാണ് പറയാ. അത് എന്റെ സിറ്റുവേഷൻ കുറച്ച് മോശമായിപ്പോയി, അതാ. മനസ്സിലായി. ഞാൻ തന്റെ പിന്നാലെ നടക്കുന്നതല്ലേ തന്റെ ഏറ്റവും വലിയ മോശം സിറ്റുവേഷൻ. അത് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ, അതൊന്നുമല്ല. എനിക്ക്
ഞാൻ എനിക്ക് പോണം. ഒരു മറുപടിയും തരാതെ പോയാ ഞാൻ കാരണത്താൻ താൻ പോയതെന്ന് ഞാൻ ഉറപ്പിക്കും. അയാൻ അങ്ങനെയൊന്നും അല്ല. പിന്നെ എന്താണ് റീസൺ? എന്നോട് എന്തിനാ വിളിക്കുന്നത്? എൻ്റെ അച്ഛൻ ഒരു മുഴുകൊടിയനാണ്. കണ്ടവരുടെ നിന്നെല്ലാം കടം വാങ്ങി കുടിച്ച് നശിപ്പിക്കും. ഒരു കാര്യം പോലും വീട്ടിലേക്ക് ചെയ്യില്ല. ഞാൻ എവിടെ ജോലിക്ക് പോയാലും അയാൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിപ്പറിക്കും. കൊടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് മാറിയത്. നിനക്കതൊക്കെ എന്നോട് ഷെയർ ചെയ്തെന്താ? പിന്നെ ഞാൻ എന്തിനാ ഇരിക്കുന്നേ? ആരും ഓടിക്കരുന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. വെറും പൂക്കൾ മാത്രം വാങ്ങി പരിചയമുള്ള നിങ്ങളെ വെറുതെ ഒരു കടക്കാരനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെറും പൂക്കൾ മാത്രം വാങ്ങുന്ന ആളാണ് ഞാനെന്ന് കണ്ണി നോക്കി പറയാൻ പറ്റുമോ? ദീക്ഷ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. തന്നെ സമ്മതം മൂളിയ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു തരാം. തന്നെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. തൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റു പോകുന്നു. സാർ, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ല സാർ, മനസ്സിലായില്ല. പ്രണയമെന്ന് പറഞ്ഞാൽ ഏതൊരു കൊലകൊമ്പന്റെയും കൊമ്പൊടിക്കാൻ പറ്റിയ ആയുധമാണ്. പക്ഷെ എപ്പോഴാണ് ആ കൊമ്പ് നമുക്ക് നേർക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. സാർ, യു മീൻ ദീക്ഷ ഓർ ആൻ? ദക്ഷ, എപ്പോഴാണ് നമ്മുടെ ആയുധം നമ്മുടെ കൈ കൊണ്ട് തന്നെ മുറിയാന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രണയത്തിന്റെ വീര്യം. ആ വീര്യം കൂടുന്നതിന് മുമ്പ് അതിലൊരു അവസാനം ഉണ്ടാക്കണം. ഓക്കെ സാർ, മനസ്സിലായി. ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ദീക്ഷ ബേബി, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെ എങ്ങനെ നടക്കണം അയാൻ സാർ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കർത്താവേ മൂഞ്ചി. കിച്ച് കിച്ച്. പെണ്ണുങ്ങൾക്ക് കിച്ച് കിച്ച് വന്ന ആളുകൾ സൗണ്ട് വരുമോ? പിന്നെ അത് നീ ഒരു ആണായതുകൊണ്ട് അറിയാത്തതാ. ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്കറിയാലോ. ആ, അത് ശരിയാ. ഞാനങ്ങനെ ഗേൾസിനോടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. നിന്നോട് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ വെറൈറ്റി വിയർഡായിട്ടുള്ള എന്തെങ്കിലും വരാറുണ്ടോ? ഇല്ലില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് കാണാമല്ലോ. ലൈവായിട്ട് കാണാൻ എനിക്കുണ്ട്. പക്ഷെ അടുത്ത് വന്നാൽ നീ അപ്പം ഓടിക്കളയും. അത് കല്യാണത്തിന് മുമ്പ് അതൊക്കെ തെറ്റല്ലേ? ഇനി അതാ. എനിക്ക് പിന്നെ ഒട്ടും വേവിക്കണ്ട. നാളെ തന്നെ കല്യാണം, അടുത്ത അമ്പലത്തിൽ വെച്ചിട്ട്. നാളെയോ? അതൊന്നും വേണ്ട. എന്താ, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല? എന്നെ ഇഷ്ടമല്ല? നാളെ എന്ന് പറയുമ്പോ അത് കുറച്ച് നേരത്തെ ആയി പോയില്ലേ? എൻ്റെ ഒന്നുമില്ല. അതൊന്നും ഓർത്ത് ടെൻഷൻ കഴിക്കണ്ട. നിനക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഇനി മേക്കപ്പ് വേണമെങ്കിൽ അതും എല്ലാം ഞാൻ സെറ്റാക്കി തരാം. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട. ഏയ്, ഒത്തിരി ആർപ്പാടൊന്നും വേണ്ട. ഒന്നും വാങ്ങുകയും വേണ്ട. കെട്ടുവാണെങ്കിൽ സിമ്പിളായിട്ട് മതി. പുതിയ ഡ്രസ്സോ ഓർണമെന്റ്സോ മേക്കപ്പോ ഒന്നും വേണ്ട. ഇപ്പോഴത്തെ പോലെ ഇതേപോലെ പോയാൽ മതി. ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. എന്തായാലും നാളെ നേരത്തെ ഇങ്ങ് എത്തിക്കണം. ദൈവമേ, എല്ലാം കൈവിട്ട് പോകുകയാണല്ലോ. എനിക്ക് പിന്മാറാനും സാധിക്കുന്നില്ല. നാളെ എങ്ങാണ് അവനെ കെട്ടിയ ഞാൻ ആണാണെന്ന് അവൻ തിരിച്ചറിയും. പിന്നീട് അവൻ എന്നെ വെറുക്കും. എനിക്ക് സഹിക്കില്ല. ഞാനത് വിശ്വസിക്കില്ല. അച്ചു, അറിഞ്ഞതൊക്കെ ഫേക്കാണെന്ന് പറ. എനിക്ക് ദീക്ഷ കാണണം. പോലീസുകാര് ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല. അത്ര മൃഗീയമായാണ് ആരും കൊന്നിരിക്കുന്നത്. എത്ര കാശ് വേണമെങ്കിൽ കൊടുക്കാന്ന് പറ. എനിക്ക് അവസാനമായിട്ടൊന്ന് ഒന്ന് കണ്ടാൽ മതി. ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അവര് സമ്മതിച്ചില്ല. ചായ പ്ലീസ്, എനിക്കൊന്ന് കാണണം. എനിക്കൊന്ന് കാണേണ്ട പെണ്ണല്ലേ, എനിക്കൊന്ന് കാണണം ചായ. എനിക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. ഇത് നമ്മുടെ നാടല്ലാതായി പോയി.
ഞാൻ സംസാരിക്കാം പോലീസിനോട്. ഞാൻ പറയാം ചായ, എന്നെ ഒന്ന് കൊണ്ടുപോ. അതെന്തൊരു കഷ്ടായി പോയി. ആ ദീക്ഷയുടെ ബോഡിയെങ്കിലും കാണാൻ അവന് പറ്റിയില്ലല്ലോ. നമ്മുടെ നാടല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവന് വേണ്ടി. അതിന്റെ ഷോക്കിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഇപ്പോഴൊക്കെ കേട്ട സ്ഥിതിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ മാക്സിമം ശ്രമിക്കാം. മതി, ഡോക്ടർ ശ്രമിച്ച് എങ്ങനെയെങ്കിലും അവനെ എന്റെ പഴയ അച്ചോട് തിരിച്ചു കൊണ്ടുവരണം. അവന്റെ കളിയും ചിരിയും. ഈ ഡോക്ടർ നിത്തായ ഒരു കാര്യം തീരുമാനിച്ചാൽ അതെന്തായാലും തീർത്തിരിക്കും. ഞാനായാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അനുവാദം ഇല്ലാതെ എന്റെ മുറി പ്രവേശിക്കരുതെന്ന്. ഗെറ്റ് ഔട്ട്. അതിനൊക്കെ സ്ട്രേഞ്ചേഴ്സിനല്ലേ ബാധകമുള്ളൂ, എനിക്കത് ബാധകമില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിന്റെ നിക്കു സ്കൂളിലെ. ഓ ഷിറ്റ്, നീയായിരുന്നു? എന്ത് കോലാടാ, നിന്നെ ഞാൻ പണ്ട് കണ്ടതാ. എങ്കിലും എന്റെ ഒരു ഊഹം വെച്ച് നീ ഇപ്പൊ ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട ആളല്ല. ഓരോരോ അവസ്ഥകളല്ലേ മനുഷ്യനെ കൊണ്ട് പല പല വേഷങ്ങൾ കെട്ടിക്കുന്നത്. എന്ന് പറഞ്ഞ് ഓർമ്മകളെ ഓർത്തിങ്ങനെ ജീവിക്കാനാണെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകത്തുള്ളൂ. നിനക്കിനിയും ജീവിതം അങ്ങോട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റും. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു പുസ്തകത്താളല്ല അവൾ എന്റെ ജീവിതത്തിൽ. ഏയ്, നീ ഇങ്ങനെ വിഷമിക്കണ്ട. നീ ഓക്കെ ആവുന്നത് വരെ നിന്റെ ഒരു കേൾവിക്കാരെ പോലെ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. നീ ഓക്കെ ആയതിനു ശേഷം മാത്രമേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. അതുവരെ നീ പോലെ കാണും. I will try my best. Comment ça va mieux? Ça va mieux? Je me sens maintenant, docteur. Reposez-vous bien. D'accord, docteur. അല്ല, ഇത് അത് തന്നെയാണോ? ഇനി എനിക്ക് വല്ല ഹാലൂസിനേഷനും? ഹലോ എടാ, ഞാൻ ഐഡൻ. എന്താണ് അവിടെ ഈ നേരത്ത്? എടാ, ഞാൻ അച്ഛൻ്റെ ദീക്ഷയെ കണ്ടു ഇവിടെ പാരീസില്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില്. നീ എന്ത് വട്ടത്തില ഐഡായി പറയുന്നേ? ആ സംഭവം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു, എന്നിട്ട് നീ അവളെ അവിടെ കണ്ടെന്നോ? എനിക്കറിയായിരുന്നു നീ എന്നെ വിശ്വസിക്കില്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ദീക്ഷയായിട്ടല്ല കണ്ടത്, ഒരാണിനെ പോലെ. എന്നൊക്കെ ഞാൻ വാട്സപ്പ് ഒന്ന് നോക്കട്ടെ. What the fuck? കണ്ടല്ലോ, ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ? എടാ, എന്നാലും ഇതെങ്ങനെ? തൽക്കാലം നീ ഇത് അച്ഛനോട് പറയാൻ നിൽക്കണ്ട. ഞാനതൊന്ന് കൺഫേം ആക്കട്ടെ, എന്നിട്ട് എന്നെ അറിയിക്കാം. ശരിയുടെ ഒന്ന് വേഗം അറിയിക്കണേ. എന്നാലും അവൻ എങ്ങോട്ടാ പോയത്? ഈ വഴിയല്ലേ വന്നേ? എക്സ്ക്യൂസ് മീ, est-ce que vous connaissez la personne sur cette photo? Oh, oui, cela doit me ça. And personne avec son accompagnateur? Pour me dire son nom? Oh, oui, sure. Son nom est Deksha. Deksha? Thank you, doctor. ഇത് ദക്ഷ, അത് ദീക്ഷ. ദീക്ഷ സംതിങ് ഫിഷി. കണ്ടുപിടിച്ചിട്ട് എനിക്ക് നിന്റെ സമാധാനമുള്ളൂ. സർ, eat this sir, please. ദക്ഷ, how are you? എന്നെ ഓർമ്മയുണ്ടോ? ഏഴൻ. ഓ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. അപ്പോ ഇനി ഇവിടെ ആരെ പറ്റിക്കാൻ വന്നിരിക്കുവോ? ഞാനൊന്നും മനഃപൂർവ്വമല്ല. എന്ത് മനഃപൂർവ്വമല്ലെന്ന്? ഒരു പാവം പയ്യനെ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടും പോരാ, മരിച്ചു എന്നൊരു ഫേക്ക് ന്യൂസും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും കടന്നു കളയണമെന്നോ ഒരു പെൺവേഷം കെട്ടണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ച് ചെയ്തതല്ല. നിവൃത്തികേട് കൊണ്ട് പെൺവേഷം കെട്ടേണ്ടി വന്നതാ. പക്ഷെ അവനെ പിരിയാൻ എനിക്ക് തോന്നിയില്ല. ഇതിനു വേണ്ടി എന്ത് നിവൃത്തികേടാണ് എനിക്ക് ഇരിക്കുന്നത്? പറ കേക്കട്ടെ. എൻ്റെ അമ്മയുടെ ഹാർട്ട് സർജറിക്ക് വേണ്ടിയാ ഒരാളുടെ നിന്ന് കാശ് കടം വാങ്ങിയത്. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പരീക്ഷ കയറി എനിക്ക് താങ്ങാൻ പറ്റാവുന്നവരും അധികമായിപ്പോയി. സർജറി കഴിഞ്ഞിട്ടും ആ കടം മാത്രം ബാക്കിയായി നിന്നു. എൻ്റെ അമ്മ പോവുകയും ചെയ്തു. അവസാനം ആ കട അടയ്ക്കാൻ നെട്ടോട്ട് ഓടിയ കൂട്ടത്തിലാണ് ആ കടം തന്ന ആളിനെ ഞാൻ കണ്ടത്.
ജീവിതകാലം മുഴുവൻ കിടന്ന് പണിയെടുത്താലും ആ കട എനിക്ക് വീടാൻ പറ്റില്ല. അയാൾ എൻ്റെ മുന്നിലേക്ക് ഒരു ഓഫർ നീട്ടി ഒരാളുടെ മുന്നിൽ പെണ്ണായിട്ട് അഭിനയിക്കണമെന്ന്. അതിനപ്പുറം എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനോട് എനിക്ക് തോന്നിയ ഇഷ്ടം നല്ല ആത്മാർത്ഥം തന്നെയായിരുന്നു. എന്തുവന്നാലും പിറ്റേ ദിവസം എല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവരെന്നെ, ഞാൻ നാളെ നീ എന്ത് ചെയ്യും? ഒന്ന് നിന്നെ എന്നെ വിട്. നിന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കാൻ ബോസ് പറഞ്ഞിരിക്കുന്ന. നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ അടിച്ചവശനാക്കി എൻ്റെ വസ്ത്രം വലിച്ചു കയറി എൻ്റെ കൈപ്പത്തി മുറിച്ച് അതിലെ രക്തം ആ തുണിയിലേക്ക് വീഴ്ത്തി. എന്നിട്ട് അത് ഞാനാണെന്ന് വരുത്തി. ഓ മൈ ഗോഡ്, ഇങ്ങനെയുണ്ടോ ക്രീപ്പി ആയിട്ടുള്ള പീപ്പിൾസ്? അവർക്ക് മനസ്സിലായി ഞാൻ അവരിലേക്ക് ഒരുപാട് അടുത്തു പോയി. അതുകൊണ്ട് അവരെ വേർപിരിക്കാൻ വേണ്ടി നീ പോയതിനു ശേഷം അവൻ ഒരുപാട് മാറി. അവൻ്റെ സമതല വരെ തെറ്റി. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാൻ പലതവണ തിരിച്ചു വരാൻ നോക്കിയത്, പക്ഷേ അവരെന്നോട് പറഞ്ഞു തിരിച്ചു വന്നാൽ അവനെ കൊന്നു കളയുമെന്ന്. നീ കുറെ നേരം കൊണ്ട് അവരും ഇവരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാ നീ കൃത്യമായിട്ട് പറയുന്നില്ലല്ലോ. ആരാ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? അതാദ്യം പറ. ജാക്സ് അല്ലയോ റോമൻ? അവന്റെ സൂക്കേട് വരെ മാറിയില്ലേ? അവൻ പല വഴിക്കൂടെ നോക്കിയത് അവനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നിന്നെ വഴി അവൻ യൂസ് ചെയ്യാൻ നോക്കിയത്. എനിക്ക് പേടിയായിട്ട് ഞാൻ കാരണം അവനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി ഒരു പക്ഷെ ഞാൻ നിങ്ങളോട് തിരിച്ചു വന്നാലും അവനെന്നെ സ്വീകരിക്കുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരാളല്ലേ. എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്നെ സ്വീകരിക്കും. അവൻ സ്നേഹിച്ചത് നീ എന്ന പേഴ്സണെയാണ്, അല്ലാതെ അവൻ ജെൻഡറിനെ ഫോക്കസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നീ എൻ്റെ കൂടെ വരണം. ശരി, ഞാൻ വരാം. അല്ല, ഇവിടെ നിന്റെ ആരും അഡ്മിറ്റ് ആയിട്ട് എടുക്കുന്നത്? എൻ്റെ ആരുമല്ല. ഞാൻ ക്യാഷിന് വേണ്ടി ഇങ്ങനെ ബൈസ്റ്റാൻഡറായിട്ട് ആരുമില്ലാത്തവർക്ക് നിൽക്കുന്നതേ ഉള്ളൂ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്ക് വേറെ കണ്ട സെറ്റാക്കി കൊടുക്കാം. നീ റെഡി ആയി നിൽക്ക്, നമുക്ക് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോവാം. ഈ ഒരു മരുന്ന് കൊണ്ട് കഴിച്ച് എന്തെങ്കിലും കൊച്ചു പിള്ളേരെ വല്ല വാശി പിടിച്ചിരിക്കുന്ന? എനിക്ക് വേണ്ട നിൽക്കു, നീ അത് കൊണ്ടുപോകും. ഒറ്റയടി എനിക്ക് ഹാലൂസിനേഷൻ വരാൻ തുടങ്ങിയോ? എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ദീക്ഷ, അപ്പൊ ഹാലൂസിനേഷൻ അല്ലായിരുന്നോ? എന്നോട് ക്ഷമിക്കും. നിന്റെ എന്താ ഒരു വ്യത്യാസം പോലെ? അത് 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 ഞാൻ എന്താ ഉണ്ടായെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഡോക്ടർ വന്നു. ഞാൻ ഇവന്റെ കൂടെ വന്ന്. ഇവനും പാരീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവനെ കണ്ടപ്പോഴേ ഇങ്ങോട്ട് ഇങ്ങ് പോന്നു. ഇവനെന്നു അപ്പോ ഇതെന്റെ ദീക്ഷയല്ലേ? ഒന്നും പരിപ്പൂർവല്ല. എന്നോട് ക്ഷമിക്കണം. എന്തിനാ നീ എന്നെ ചതിച്ചത്? ഞാൻ ചതിച്ചതല്ല, എന്റെ അവസ്ഥ കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാ. എന്നൊക്കെ പറഞ്ഞാലും ഈ ചതിയം തന്നെ. കള്ളനാണ്. എന്നോട് എന്താ പറഞ്ഞത്? ഇവനോട് എന്താ പറഞ്ഞത്? നീ എന്നോട് പറഞ്ഞത് നിന്റെ അച്ഛൻ കള്ളുകൂടിയവനായത് കാരണം വരുത്തി വെച്ച കടമാണ് നീ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇപ്പൊ അവനോട് പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടാണ്. ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ട? ഞാൻ കള്ളനല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. അച്ഛൻ കരുത്തി വെച്ച കടം കാരണം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയില്ല. ആരോടൊരു 10 പൈസ പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ അമ്മയുടെ മരുന്നിന് പോലും എന്റെ അച്ഛന്റെ പൈസ തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളോട് പോയി കടം വാങ്ങിയത്. അതെങ്ങനെയൊക്കെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പകുതി പ്രശ്നം ഞാൻ തീർത്തു തന്നേനെ. എന്നാ നീ എന്നെ ഉപയോഗിച്ചു, എന്റെ ഫീലിങ്സിനെ ഉപയോഗിച്ചു. ഞാൻ അങ്ങനെയൊന്നും പറയല്ലാണ്. എന്നോട് സത്യം തുറന്നു പറഞ്ഞിരുന്നെന്റെ അവരെന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്. നിന്നെ ഓർത്ത് 3 വർഷം ഞാൻ ഇവിടെ ചത്ത് ജീവിക്കായിരുന്നു. അതുമല്ല നീ അറിഞ്ഞു. എന്റെ കാല് പിടിക്കും. നീ ആണായിരുന്നു, പെണ്ണായിരുന്നു, എനിക്ക് ജീവനുണ്ടോ? പിന്നെ എനിക്ക് ജീവനോടെ കിട്ടിയത് ചിലപ്പോഴും എനിക്കൊന്നും കിട്ടാനില്ല. അറിയാതെ ഞാൻ വന്നില്ല. നമുക്കിനി എങ്കിലും ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കാം. തരണ്ട.
പുറകെ വന്ന് മനുഷ്യനെ പേടിപ്പിക്കുന്നോ? എവിടെ ഈ പ്രേതം? അല്ല, ആ നിൽക്കുന്നത് ദീക്ഷ ചേച്ചിയുടെ പ്രേതല്ലേ? എന്റെ പൊന്നു ഭാര്യയെ, അത് പ്രേതം ഭൂതമൊന്നുമല്ല, ഒറിജിനൽ തന്നെ. പിന്നെ അങ്ങോട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ആ, പറഞ്ഞു തന്നാ മതി, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഉറക്കുമ്പോ. അല്ല, നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടല്ലേ, നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? അല്ലേ, പറയുന്നതായിട്ട് ഇറക്കി വിട്ടാൻ തോന്നുന്നില്ല. പ്രഗ്നന്റ് നോക്കാൻ പറ്റാത്തവരെ കൊണ്ടുവിട്ടല്ലേ. പിന്നെ നിങ്ങളുടെ മൂത്ത മോനെ നിങ്ങളെ കാണാൻ ഇരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവിടാൻ വന്നതാ. അപ്പൊ ക്ലബിൽ പോകുന്ന കാര്യത്തിൽ തീരുമാനമായി. നടക്ക് ഫുഡ് എടുത്തു തരാം. എന്താ നീ തേരങ്ങ വാ, നമുക്ക് വെറുതെ വേറെ സ്വർഗത്തിലെ കട്ടുറും പോവണ്ട. പിന്നെ എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഷോ, അതൊന്നും എന്നോട് നേരിട്ട് പറയണ്ട, അത് എന്റെ അപ്പനോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. എന്താ നിന്റെ അപ്പം വന്ന് സർജറി ചെയ്ത് തരുമോ? അയ്യോ, സർജറി ആയിരുന്നു ഉദ്ദേശിച്ചേ. നിങ്ങള് മറ്റെന്തോ വിചാരിച്ചൊന്നും പോയിരുന്നല്ലോ. എന്താടാ ഡോക്ടറെ, നിനക്കതൊന്ന് സഹായിച്ചു കൊടുത്തൂടെ? നീ എത്ര നാളെ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കാൻ പോലെ? നിന്റെ കൂടെ ആണെന്ന് എനിക്കും പാർട്ണറായി, അവനും പാർട്ണറായി. നീ ഇങ്ങനെ നടക്കാൻ അവളെ അങ്ങ് സെറ്റ് ആക്കടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കെട്ടിക്കോളാം. ഓക്കെ അല്ലേ? എന്താ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന? ഇത്രയും നാളും എൻ്റെ ജീവിതം ഒരു കെട്ടുകൂട്ടിയ പട്ടം പോലെയായിരുന്നു. ഇപ്പം അതെല്ലാം നേരെയായാലും എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. പഴയതെല്ലാം ഓർത്ത് വെറുതെ നിന്റെ മൂഡ് കളയണ്ട. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരാണല്ലേ? നിനക്ക് എങ്ങനെയാ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത്? പ്രണയം എന്ന് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിൽ ഒത്തുചേരലാണ് ആദ്യം നടക്കുന്നത്, പിന്നെയല്ലേ ശരീരത്തിൻ്റെ കാര്യം. എനിക്ക് നിന്നെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാം നശിച്ചു. എല്ലാം പ്ലാൻ ചെയ്തതും എല്ലാം നശിച്ചു. അവനെ അന്നേ കൊന്നു കളയേണ്ടതായിരുന്നു. സാർ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അത് മാത്രം സാർ പറഞ്ഞാൽ മതി. കൊല്ലണം, എല്ലാത്തിനെയും വേറെ കൊല്ലണം. ഞാൻ വെറുതെ വിട്ടതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി ഒന്നിനെയും ബാക്കി വെക്കരുത്, എല്ലാവരും കൊല്ലണം. ഞങ്ങള് വന്നാ മതിയോ? നീ എന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത്? നിന്നെ കൊല്ലം ഞങ്ങളുള്ളപ്പോ കൊള്ളാം, എന്ത് ധൈര്യം ഉണ്ടട്ടാ ഈ പാവാട്ടിങ്കിടങ്ങൾ ഈ പുലിമടയിലേക്ക് കയറി വന്നത്. എന്തായാലും ഈ ആട്ടിൻകിടങ്ങൾക്ക് ഒളിഞ്ഞൊരു നമ്പിയത് ശീലമില്ല. എന്തുണ്ടെങ്കിലും നേർക്ക് നേരെ ചാടി വീണിട്ടേ ഞങ്ങൾക്ക് ശീലമുള്ളൂ. എന്തായാലും നിങ്ങളെ നേരിടാൻ എന്നേക്കാ ബലവാനകർത്തൻ എന്റെ കൂടെ ഉണ്ട്. അവൻ തന്നെ ധാരാളം മതി നിങ്ങളെ കൂട്ടുക്കാനായിട്ട്. ഓ, അതാരാണാവോ അത്രയും ബലമുള്ള ആള്? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. അടിച്ചു കൊല്ലുവന്മാരെ. അപ്പടി പോടെ. ഈ വിചാരിക്കും ആരുടെ ടീമാ? നിർവാൻ, ഞാൻ നിന്നോട് അവരെ അടിക്കാനല്ല പറഞ്ഞു, നീ എന്തിനാ എന്നെ അടിച്ചത്? What's wrong with you? ഇടയ്ക്കൊക്കെ ഒരു സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? What's going on here? മനസ്സിലായില്ലേ അളിയ, ഇവൻ നമ്മുടെ ടീമാ. നീ ചോവണ്ട, ഞങ്ങള് ഷോയിൽ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഈ ക്ലൈമാക്സ് പ്രതീക്ഷിച്ചതാ. അവനല്ലേ എനിക്കറിയാം. വെൽ ഡൺ മൈ ബോയ്. ബോയും ഗേളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ ചെറുക്കനെ മര്യാദ നോക്കണം. ഇല്ലെങ്കിൽ
കലക്കിടളിയ. പിന്നെ നീ ഏതാടാ? ഞാനെപ്പോഴും നിന്റെ ടീമായത്? സോറി ബ്രോ, ആ ഒരു ഓളത്തിന് വന്നത്. എന്നാ പിന്നെ എങ്ങനെ ഷർട്ട് ഇടുവല്ലേ?